لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله اللهم لك الحمد بالإيمان ولك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد بالمال والأهل والمعافاة اللهم يا رب الأرباب ويا مسبب الأسباب ويا خالق الناس من تراب أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك فوض أمري إلى الله فوض أمري إلى الله أفوض أمري إلى الله إن الله بصير بالعباد صلى الله وسلم عليك يا رسول الله صلى الله وسلم عليك يا رسول الله صلى الله وسلم عليك يا سبيلي وسندي يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي العظيم وصدق وبلغ رسوله النبي الأمين عليه وعلى آله وصحبه أفضل الصلوات وأزكى التسليمات يا ربي هيئ لنا من أمرنا رشدا واجعل مهنتك الحسنى لنا مددا يا ربي آت لنا علما وفهما كما أعطيت يا ربنا للشيخ الغزالي نور إلى السماء قلب الغريب كما نورت قلب إمام الناصر الزالي ചന്തമേറിയ പൂവിലും സബലാപമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ബഹുമാന്യനും ആദരണീയനുമായ അധ്യക്ഷൻ ഇ.കെ. മുഹമ്മദ് മുസ്ലിയാർ ഈ പവിത്രമായ സമ്മേളനം ഔപചാരികമായി സമുദ്ഘാടന കർമ്മം നിർവഹിച്ച്
വേദിയോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് നാസിറുദ്ദീൻ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു പണ്ഡിത വരേണ്യരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഹ്മാനുർ റഹീമായ അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ഇൽമിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവർ, ഇൽമിന്റെ വഴിയിൽ സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, സ്നേഹിച്ചവർ, കടപ്പെട്ടവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, സർവരുടെയും കബറിടങ്ങളെ അല്ലാഹു ജല്ല ജലാലുഹു മണിയറകൾക്ക് സമാനമാക്കി പരിവർത്തനപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മെയും നാളെ സ്വർഗത്തിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ ലിവാഉൽ ഹംദ് എന്ന കുടിക്കീഴിലും ജന്നാത്തുൽ ഫിർദൗസിലും സന്തോഷവദനത്തോടെ അണിനിരത്തി അനുഗ്രഹിക്കുമാർ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്കറിയും, ഒരു കാലഘട്ടത്തിൽ ഡെൻമാർക്കിലെ അടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും തലപ്പാവിന്റെ തുമ്പത്ത് ബോംബ് വെച്ച് കിട്ടി അത് ചിത്രീകരിച്ച് അത് സിനിമയാക്കി ദ ഫിത്ന എന്ന പേരിൽ സിനിമ നിർമ്മിച്ച് ലോകത്ത് പ്രവാചകനെയും വിശുദ്ധ ഇസ്ലാമിനെയും താറടിക്കാൻ ശ്രമിച്ച ഡെൻമാർക്കിലെ ഏതോ ഒരു രണ്ടാംകിട എഴുത്തുകാരൻ, ഒരു ചിത്രകാരൻ, സിനിമാ സംവിധായകൻ, അന്ന് ആ സിനിമ പ്രദർശിപ്പിച്ചപ്പോ, അത് ചിത്രീകരണം തുടങ്ങിയപ്പോ, അല്ല അത് റിലീസ് ചെയ്തപ്പോ ലോകത്തുള്ള സർവ്വ മുസ്ലിം രാജ്യങ്ങളും അതിനെതിരെ ഉറഞ്ഞുതുള്ളി. അങ്ങനെയാണ് ആ ചിത്രം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു വെച്ചത്. ആ ലോകം മുഴുവനും അതിനെതിരെ ഉറഞ്ഞുതുള്ളിയപ്പോൾ ആ മനുഷ്യൻ, ആ ദ ഫിത്ന എന്ന സിനിമ നിർവഹിച്ച അതിന്റെ നിർമ്മാതാവ് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇതിന്റെ പിന്നിൽ? ഒരു 14 നൂറ്റാണ്ട് മുമ്പ് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ സ്നേഹം ഇന്നും ലോകത്തെ 170 കോടിയോളം വരുന്ന മനുഷ്യ മനസ്സുകളിൽ കുടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അയാൾ പഠിച്ചത്. ലോകത്തിതേപോലൊരു നേതാവില്ല, ലോകത്തിതേപോലൊരു നേതാവില്ല. ആ പ്രവാചകനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അള്ളാഹു ഒന്ന് വിചാരിക്കുന്നു, നമ്മൾ മറ്റൊന്ന് വിചാരിക്കുന്നു. ദ ഫിത്ന എന്ന ആ സിനിമ ഇറക്കാൻ കാരണക്കാരനായ അയാളും പിണിയാളികളും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അയാൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അയാൾ ആദ്യമായി പറഞ്ഞത്, എനിക്ക് എന്റെ പ്രവാചകന്റെ മുമ്പിൽ എത്തണം, കഅബ കാണുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ സിനിമയ്ക്ക് മാപ്പ് പറയാൻ എനിക്ക് എന്റെ പുണ്യ നബിയുടെ മുമ്പിൽ എത്തണമെന്ന് പറഞ്ഞ് റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന കഥ, ആ ഫോട്ടോ ലോകത്ത് ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പ്രചരിച്ചത് ലോകം തരട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടെ തറവാട്ടിലേക്ക് ഒരു മടക്കയാത്ര എന്ന വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. റഹ്മാനുർ റഹീമായ അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകുന്ന ആയുധധാരികളായ പട്ടാളക്കാര് പോയി ആ രാജാവിന്റെ അകാലത്ത് പിരിഞ്ഞുപോയ മകന്റെ ഖബറിന്റെ തലഭാഗത്ത് നിന്നിട്ട് ആ മയ്യത്തിനോട് പറയാണ്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുകയാ, അല്ലയോ രാജകുമാരാ, ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടവനായിരുന്നു നീ, പക്ഷേ ചെറുപ്പത്തിലെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ചെറുപ്പത്തിന്റെ സൗന്ദര്യം പോലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ, ആ ജീവിത സുന്ദരമായ ജീവിതത്തിന്റെ മധു പകരാൻ അനുഭവം കിട്ടാതെ, അതിനുള്ള അവസരം കിട്ടാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നവനാണ് നീ. അതുകൊണ്ട് രാജകുമാരാ, നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ, നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ, അധികാരത്തിന്റെ പങ്കുവെച്ച്, അധികാരത്തിന്റെ പങ്കാളിത്തം വെച്ച് ഏതെങ്കിലും രീതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ, ഈ പട്ടാളക്കാരായ ഞങ്ങളെല്ലാവരും കൂടി, രാജ്യത്തിന്റെ പട്ടാളക്കാരായ ഞങ്ങളെല്ലാവരും കൂടി നിന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ, മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ, അതിൽ നിന്നൊരു മോചനമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതാ മടങ്ങിപ്പോവുക, അടുത്ത വർഷം ഇതേപോലെ കാണാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്.
മന്ത്രി പറഞ്ഞു കൊടുക്കുന്നു ഹസൻ ബസരി രണ്ടാമത് കടന്നു പോകുന്ന കുലമഹിമയുള്ളവരോ അതേപോലെ കടന്നു ചെന്നിട്ട് ആ കബറിൽ കിടക്കുന്ന രാജകുമാരന്റെ തലഭാഗത്ത് പോയി സലാം പറഞ്ഞിട്ട് ആ രാജകുമാരനോട് പറയാ, രാജകുമാരാ, കുടുംബത്തിന്റെ മഹിമ കൊണ്ട്, കുടുംബത്തിന്റെ പ്രാധാന്യം കൊണ്ട്, കുലമഹിമയുടെ പദവി കൊണ്ട് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടിട്ടായാലും നിന്നെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ മരണത്തിന് കീഴടങ്ങി. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അടുത്ത വർഷം ഇതേപോലെ വരാമെന്ന് പറഞ്ഞ് അവരും മടങ്ങിപ്പോവുകയാണ്. മൂന്നാമത് കടന്നുപോയ പെൺകുട്ടികളില്ലേ, ആ സുന്ദരിമാരായ പെണ്ണുങ്ങളെ കടന്നുപോയിട്ട് അവരും ആ മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ആ ഖബറിന്റെ തലഭാഗത്ത് പോയി നിന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട രാജകുമാരാ, പെണ്ണുങ്ങളായ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, ഞങ്ങളുടെ ശരീരത്തിന്റെ മാർദ്ദവത്വം കൊണ്ട്, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ മഹിമ കൊണ്ട് നിന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞങ്ങളത് ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. നീ മരണത്തിന് കീഴടങ്ങിപ്പോയി. അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് അവരും മടങ്ങിപ്പോവുകയാണ്. സഹോദരങ്ങളെ, അവസാനമായ നാലാമത് കടന്നുപോയതാരാ? അതേ വിശ്വകരന്മാര്, ലോകത്ത് അറിയപ്പെട്ട, ലോകത്ത് പേരുകേട്ട് അറിയപ്പെട്ട ഡോക്ടർമാരാണ്. അവരും കടന്നു ചെന്നിട്ട് ആ രാജകുമാരന്റെ തലഭാഗത്ത് പോയി നിന്നിട്ട് പറയുകയാണ്, രാജകുമാരാ, ഞങ്ങളുടെ മരുന്നിനും മന്ത്രത്തിനും നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ 7 ലോകത്തിന്റെ മരുന്ന് കൊണ്ടുവന്നിട്ടായാലും മോനെ നിന്നെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. പക്ഷേ കഴിയില്ലടാ. ലൗകാന തുദ്ദുന്യാ തദുമൂല വാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഹല്ലദാ.